ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഐക്കയിൽ 2025 ആദ്യമായിട്ട് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ റമദാൻ ടൈമാണ്, അപ്പോൾ അവിടെയുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. റമദാൻ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആണ് ഞങ്ങൾ പോയത്, പക്ഷേ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഐക്കയിൽ 2 സെക്ഷനായിട്ടാണ് സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. മുകളിലും താഴെയായിട്ടാണ് ദുബായിലുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ താഴെ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. താഴെയാണ് കിച്ചണിൻ്റെ ഐറ്റംസൊക്കെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മുകളിൽ വരുന്നത് ഓരോ റൂമിൻ്റെ ഡിസൈൻസ്, ഡെക്കറേഷൻസ്, അങ്ങനെയുള്ള രീതിയിലുള്ള ടൈപ്പ് കാര്യങ്ങളാണ് മുകളിലേക്ക് വരുന്നത്. പിന്നെ കിഡ്സ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അധികം അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല. താഴെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ വീഡിയോസും അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. $35 ഈ ഒരു ഷെൽഫ് വളരെ യൂസ്ഫുള്ളാണ്. അതെൻ്റെ വീട്ടിലുണ്ട്. ഞാനിവിടെ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട്. $35 നല്ല വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് അവിടെ ചെന്ന് നോക്കൂ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ക്യാൻഡിൽസ് കണ്ടോ, $2 ക്യാൻഡിൽസ്, ഇതും ഞങ്ങളൊരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം കണ്ടപ്പോൾ ഞാൻ 2 ഫോട്ടോ ഫ്രെയിം എടുത്തിട്ടുണ്ട്. $3 പിന്നെ എനിക്ക് തോന്നുന്നു $5 2 ഫോട്ടോ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഈ $5 ഈ ഒരു ഫ്ലവർ പോട്ട് ആർട്ടിഫിഷ്യൽ എൻ്റെ കയ്യിലുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഐക്കയിൽ വാങ്ങിക്കാൻ പറ്റും. ചിലതിനൊക്കെ നല്ല റേറ്റ് കുറവാണ്, ചിലതൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. നല്ല എല്ലാവിധ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റും നമുക്കിവിടെ കിട്ടും കേട്ടോ. അതാണ് ഇവിടെ വരുന്നതിൻ്റെ, എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് തന്നെ അത് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റും നമുക്കിവിടെ കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഈ മോഡൽ ക്ലോക്ക് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലെ ക്ലോക്ക് ഇപ്പോൾ ഒന്ന് മോശമായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു ക്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് $7 ആണെന്ന് തോന്നുന്നു റേറ്റ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ $25 ക്ലോക്കുകൾ അവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ നമ്മൾ അത്ര റേറ്റിൻ്റെ ക്ലോക്കൊന്നും എടുത്തിട്ടില്ല. ടൈപ്പ് കുഷൻ നമ്മളൊരെണ്ണം എടുത്തിട്ടുണ്ട്. $5 ആണ് ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം നമുക്ക് കാറിൽ പോകുന്ന സമയത്തൊക്കെ പുറകിൽ വെക്കാനൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇവിടെ പിന്നെ കുറേ കർട്ടൻ ഐറ്റംസ്, പില്ലോ ഐറ്റംസ് കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്നൊന്നും നമ്മൾ പിന്നെ വേറെ ഒന്നും എടുത്തിട്ടില്ല.
പിന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാത്രങ്ങളുടെ സെക്ഷനിലാണ്. പാത്രങ്ങൾ, പ്ലേറ്റുകൾ, കോപ്പ സെറ്റ്, സ്പൂണ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ 1-2 പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ദിർഹത്തിൻ്റെയൊക്കെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റാണ്, സ്പൂണ്, ഫോർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല, നമ്മളെ കയ്യിൽ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറുതാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ലഞ്ച് ബോക്സിൻ്റെ ഐറ്റംസ് എത്തി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ മോഡൽ ഇതിന് ക്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലിഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ നോക്കി, ലിഡ് അവിടെ കിട്ടിയില്ല. പിന്നെ ലിഡും ഒക്കെയുള്ള ഗ്ലാസിൻ്റെ ജാറൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിലിൻ്റെ കാര്യങ്ങളും ഇവിടെ തന്നെയാണുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ തന്നെയാണ്. ഇത് കുപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക് മോഡൽസും ഉണ്ട്. അത് 2 കളർ ചേഞ്ച് ഇവിടെ ഉണ്ട്. ബ്ലാക്കും ബ്ലൂവും ഓൾറെഡി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല, നല്ല സ്ട്രോങ് തന്നെയാണ്. ലീക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതേപോലത്തെ 2 ലഞ്ച് ബോക്സിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിഡ് ഓൾറെഡി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് മുൻപ്. കുട്ടികൾ ഇതിലാണ് സ്കൂളിലേക്ക് ടിഫിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാറുള്ളത്. സ്റ്റീൽ മോഡൽ വാട്ടർ ബോട്ടിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. വളരെ മുന്നേ വാങ്ങിച്ച ഒരു ബോട്ടിലാണ്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ക്യാപ്പ് മാറ്റിയിടാൻ പറ്റുന്ന ടൈപ്പ് ക്യാപ്പും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിത് വാങ്ങിച്ചിട്ടില്ല, ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ലഞ്ച് ബാഗുകളും ഇവിടെ ഉണ്ട്. 5 ദിർഹത്തിൻ്റെ മുതലുള്ള ലഞ്ച് ബാഗുകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 5 ദിർഹത്തിൻ്റെ ലഞ്ച് ബാഗ് ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണത്. കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാനും കൊടുത്തു വിടാനൊക്കെ പറ്റും. ഈ മോഡൽ ലഞ്ച് ബോക്സും ഇവിടെ കണ്ടു, പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ടില്ല. കുറച്ചൊരു വെയിറ്റ് കുറവുള്ളതുപോലെ തോന്നി. പിന്നെ കുട്ടികൾക്ക് ഓപ്പൺ ആക്കി എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. പിന്നെ ഒരു 3 സെറ്റ് ലഞ്ച് ബോക്സിൻ്റെ സെറ്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു കുഴിഞ്ഞ ടൈപ്പാണ്. അപ്പോൾ അത്രയും ആവശ്യമില്ല, നമുക്ക് അത്രയും ഫുഡൊന്നും അവർ കൊണ്ടുപോയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. ഇതുപോലുള്ള ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പ്ലേറ്റ് വെക്കുന്ന ആ ഒരു റാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പ്ലേറ്റ് വെക്കുന്ന റാക്കിൻ്റെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്.
ഞാൻ എപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത് ഐക്കിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പാച്ചുലയാണ്. അപ്പോൾ അതുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഞാൻ കണ്ടില്ല, അവസാനം എനിക്ക് കിട്ടി. ഇത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് വെജിറ്റബിൾസൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഗ്ലാസിൻ്റെ ജാർ ആണ്, അതും ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ 2 നിറത്തിൻ്റെ നമുക്ക് ബ്രഷാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ പോലത്തെ 2 എടുത്തിട്ടുണ്ട്. ഒന്ന് കിച്ചണിലേക്കും ഒന്ന് ബാത്റൂമിലേക്കുമാണ് എടുത്തിട്ടുള്ളത്. നല്ല വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. പിന്നെ കുറേ സെറ്റുള്ള പാത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇതുപോലുള്ള ഫ്ലാസ്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അവസാനം കൗണ്ടറിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ഇത് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ക്ലിയറൻസ് പ്രൈസാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേണ്ട, ലാസ്റ്റ് പീസാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് മിററിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ ഒരു മിറർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ മിക്കവാറും 4 സെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളതും എടുത്തിട്ടില്ല. ഇനി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ബാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ചെറിയൊരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ബാമ്പുവാണ്. നമുക്കത് വീട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും വലിയ ടൈപ്പ് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഗ്ലാസ് ജാർ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ജാർ നമ്മൾ വാങ്ങിച്ചിട്ടില്ല, ബാമ്പു മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ താഴെയുള്ള സെക്ഷനാണ്. ഇവിടെ ആർട്ടിഫിഷ്യലും അല്ലാതെ ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബില്ലിംഗ് സെക്ഷനിലേക്കാണ്. ഇതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഐക്യ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുകളിലാണ് ഐക്യ റെസ്റ്റോറൻറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവസാനം ബില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് മീറ്റ് ബോൾസും പിന്നെ കിഡ്സ് മീൽ ആണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അത്ര എരിവ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഫുഡ് ഐറ്റംസാണ് നമുക്കിവിടെ കഴിക്കാൻ പറ്റുക. കിഡ്സ് മീൽസിൽ വരുന്നത് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ നഗറ്റ്സും ആണ്. പിന്നെ മീറ്റ് ബോൾസ് വിത്ത് പൊട്ടറ്റോ, അതിൽ വരുന്നത് കുറച്ച് ബീൻസും ഒക്കെ ബോയിൽഡ് ആയിട്ടുള്ള ബീൻസും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് അത്ര ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 2 കളർ ബ്രഷുകൾ, പിന്നെ ഇത് പ്ലേറ്റ് വെക്കുന്ന സ്റ്റാൻഡ്, പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് സ്പാച്ചുല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്പാച്ചുലയാണ്. ഐക്യയിൽ മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ഇത് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് 2 സെറ്റായിരുന്നു. അതിന് 6 ദിർഹംസായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് മുന്നേ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് വാങ്ങിച്ച് വെക്കാമെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി കട്ടിംഗ് ബോർഡുണ്ട്. പിന്നെ ഇത് 2 ബോക്സസാണ്, ലഞ്ച് ബോക്സസാണ്. പിന്നെ ഇത് കുഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലോക്ക്, 3-4 പ്ലേറ്റ്, പിന്നെ 2 ഫോട്ടോ ഫ്രെയിംസ്,
അതൊക്കെ അധികം റേറ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു IKEA ഷോപ്പിംഗ് ബ്ലോഗിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.